ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ കർക്കിടകം പകുതിയായപ്പോഴാണോ കർക്കിടക കഞ്ഞിയായിട്ട് വരുന്നതെന്ന് ആരും വിചാരിക്കേണ്ട. ഈ ഒരു റെസിപ്പി കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാനിത് ഉണ്ടാക്കിയിട്ട് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടതാണ്. അധികം കയ്പൊന്നും ഇല്ലാത്ത എന്നാൽ ഏറെ ഗുണങ്ങളുള്ള ഒരു കർക്കിടക കഞ്ഞിയാണ്. സൂപ്പർ ടേസ്റ്റാണ്. മധുരം ചേർത്തുണ്ടാക്കിയാൽ കൊച്ചു കുട്ടികൾക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തങ്കംസ് ഫാമിലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിനായിട്ട് ആവശ്യമുള്ള സാധനം: 1/2 കപ്പ് നവരയരി, 1/4 കപ്പ് ആശാളി, 1/4 കപ്പ് മുതിര, 1/4 കപ്പ് ചെറുപയർ, ഇതൊരു 1/4 കപ്പ് ഉലുവ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വെച്ചതാണ്. അപ്പം ഞാൻ സാധാരണ പച്ചരിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉലുവ കുതിർത്ത് വെച്ചത്. ഈ നവരരിയാണ് എടുക്കുന്നതെങ്കിൽ കുതിർക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ കഴുകി അതിന്റെ കൂടെ ചേർത്താൽ മതി. നവരരിക്ക് വേവ് കൂടുതലായതുകൊണ്ട് നവരരിയും ഈ ഉലുവയും ഒന്നിച്ച് വെന്തുള്ളൂ. ഒരു മുറി തേങ്ങ പിഴിഞ്ഞ് 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 2-ാം പാൽ ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ കഞ്ഞി വേവിക്കുന്നത്. ഇത് കൂടാതെ കുറച്ച് ചേരുവകൾ കൂടി ചേർക്കുന്നുണ്ട്. അത് ഞാൻ ആ സമയത്ത് പറഞ്ഞുതരാം. ഇത് ഈ മുതിര നമുക്ക് ആദ്യം തന്നെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് 2 പൾസിൽ അതൊന്ന് തൊലി കളഞ്ഞെടുക്കണം. ഇതുപോലെ ഒരു പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കുക. നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതങ്ങനെ ടപ്പട്ടപ്പോന്ന് പൊട്ടാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് തണുക്കുമ്പോൾ മിക്സിയിൽ വെച്ചിട്ട് 2 പൾസ് അടിച്ചാൽ മതി. 2 പൾസ് അടിച്ചാൽ മതി, കൂടുതൽ വേണ്ട കേട്ടോ. കണ്ടോ, ഇതുപോലെ കിട്ടും. ഇനി ഇത് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളുടെ കൂടിയിട്ട് കഴുകിയെടുക്കാം. അപ്പം കുറേ തൊലിയൊക്കെ അങ്ങ് പോകും. നമ്മൾ ചെറുപയർ പരിപ്പുണ്ടാക്കാൻ എടുക്കത്തില്ലേ, അതേപോലെ. ഇനി ഈ സാധനങ്ങളെല്ലാം കൂടെ നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഇതിൽ ഉലുവ നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്നതിൻ്റെ കൂടെ ചേർക്കേണ്ട, ബാക്കിയുള്ള എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് കഴുകിയെടുക്കും. ഇതിൽ ആശാളി കഴുകുമ്പോൾ 2-3 വെള്ളത്തിൽ കൂടുതൽ കഴുകരുത്. അപ്പം കൂടുതൽ അഴുക്കുള്ള സാധനങ്ങളാണെന്ന് തോന്നുവാണെങ്കിൽ എല്ലാം ആദ്യം പ്രത്യേകമായിട്ടൊന്ന് കഴുകിയേക്കണേ. ആശാളി കഴുകുമ്പോൾ ഇതിനൊരു വഴുവഴുപ്പ് വരും, അതുകൊണ്ട് അതിന് ഒരു 3 വെള്ളത്തിൽ കൂടുതൽ കഴുകരുത്. ഇപ്പം എല്ലാം ഞാൻ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. ഇനി ഇത് കുക്കറിലേക്ക് മാറ്റിയിട്ട് ആ ഉലുവയുടെ വെള്ളം സഹിതം നമ്മൾ അതും കൂടെ അങ്ങ് ചേർക്കുന്നുണ്ട്. ഉലുവയുടെ അളവൊക്കെ വേണമെങ്കിൽ ഒരു അല്പം കയ്പ് വേണമേ. നമ്മളിത് ഉപ്പ് ചേർത്തിട്ടാണ് വേവിക്കുന്നത്, മധുരമല്ല ചേർക്കുന്നത്. അത് ആദ്യം പറയാൻ മറന്നുപോയി. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 കപ്പ് സാധനങ്ങളുണ്ട്. അപ്പോൾ ഒരു 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. എടുത്ത 2-ാം പാല് 2 ഗ്ലാസ് ഉണ്ട്, കൂടാതെ ഒരു 2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത്, പിന്നെ കുറച്ച് ഉപ്പും 1 ടീസ്പൂണ് ജീരകവും, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ അത് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെച്ചിരുന്നാൽ മതി, കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഇതാ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിനകത്തെ നവരരിയാണ് വേകാൻ കുറച്ച് താമസമുള്ളത്. അത് പക്ഷേ എത്ര വേവിച്ചാലും അത് ഏകദേശം ഈ ഗോതമ്പൊക്കെ വേവിക്കുന്ന പോലെ തന്നെ ഇരിക്കും. അതുകൊണ്ടത് കുഴപ്പമില്ല. ഒരു 10 മിനിറ്റ് വേവിക്കുമ്പോൾ കറക്റ്റ് പാകത്തിന് കിട്ടും. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്പൂൺ ഇട്ടത് തേങ്ങാപ്പാൽ ഒഴിച്ച് വേവിക്കുമ്പം പതഞ്ഞ് കുക്കറിൻ്റെ വെളിയിലേക്ക് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിനകത്തൊരു സ്പൂൺ ഇട്ടിരുന്നാൽ മതി എന്ന് ഞാൻ എവിടെയോ കണ്ടു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്പൂൺ ഇട്ടത്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ വന്നത്. നമ്മൾ പാലും തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുന്ന കുക്ക് ചെയ്യുമല്ലോ കുക്കറിൽ, അങ്ങനെ പതഞ്ഞ് വെറുതെ വേസ്റ്റാക്കി കളയാതിരിക്കാൻ ഇതുപോലെ ഒരു സ്പൂൺ ഇട്ടൊന്ന് പരീക്ഷിച്ചോ കേട്ടോ. ഇനി അതിലേക്ക് 1-ാം പാലും കൂടെ ചേർത്തിട്ട് ഇതൊന്നുകൂടി ഒന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. വെള്ളം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം, മധുരം വേണമെന്നുള്ളവർക്ക് മധുരം ഇപ്പം ചേർക്കാം. ഇനി അതെല്ലാം ഉപ്പ് മതി എന്നുള്ളവർക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ആദ്യം ഒഴിച്ചത് കറക്റ്റാണ്, എന്നാലും ഒരല്പം ഉപ്പും കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ കയ്പ്പ് നമുക്കൊന്ന് കുറഞ്ഞു കിട്ടും. തേങ്ങാപ്പാൽ എടുക്കാതെ തേങ്ങ അരച്ച് ചേർക്കുകയാണെങ്കിൽ ഇതിൻ്റെ പകുതി തേങ്ങ മതി. അതിനകത്ത് കുറച്ച് ജീരകവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ച് തന്നെ ചേർക്കണം. അതുപോലെ തന്നെ തേങ്ങാപ്പാൽ എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. പിന്നെ കുറച്ച് സാധനങ്ങൾ നമുക്കൊന്ന് ഒരു നെയ്യിൽ ഒന്ന് വറുത്ത് ചേർക്കണം. ചെറിയ ഉള്ളി, എള്ള്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ജീരകം. അപ്പോൾ 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂണ് എള്ള്. അത് ഞാനിവിടെ വെള്ളയാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് കറുപ്പ് വേണേലും എടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യിൽ വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ. ആ നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ ഇതിനകത്ത് ചെല്ലുന്നത് നല്ലതാണ്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളല്ലേ. അപ്പോൾ ആ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പം ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുമ്പോൾ ജീരകം ഇടുക, പിന്നെ നമ്മുടെ എള്ള് ചേർക്കുക. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം കുരുമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് വറുത്തെടുത്ത് നമ്മുടെ കഞ്ഞിയിലേക്ക് ചേർത്താൽ നമ്മുടെ കഞ്ഞി റെഡിയാവും. നിങ്ങളുടെ കയ്യിൽ ചുക്കുപൊടി ഉണ്ടെങ്കിൽ ഒരല്പം ചുക്കുപൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തോണേ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ഈ മുതിര എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ശരീരത്തിന് പിടിക്കത്തില്ല. അത് ബ്ലീഡിങ് ഉള്ളവർക്ക്, ഈ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് ഒന്നും ഈ മുതിര ഉപയോഗിക്കേണ്ട. ഇത് ഡെയിലി കഴിക്കാനാണെങ്കിൽ, ഒരു ദിവസം ഉപയോഗിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. ഡെയിലി ഉപയോഗിക്കാനാണെങ്കിൽ ഉപയോഗിക്കേണ്ട.
കഞ്ഞി ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ട് നമ്മൾ താളിച്ചതും കൂടെ ചേർത്ത് ഇളക്കിയെടുക്കാം. ഞാനൊരല്പം തേങ്ങാപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട്, അതും കൂടെ എൻ്റെ മേളിൽ ചേർക്കുന്നുണ്ട്. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ഓരോ സാധനത്തിൻ്റെയും ഗുണം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, ഇപ്പം എല്ലാവർക്കും അറിയാം. അത്രയ്ക്ക് പോഷക സമ്പുഷ്ടമാണ് നമ്മുടെ ഈ കർക്കിടകക്കഞ്ഞി. ഇത് ഷുഗർ ഉള്ളവർക്കും കഴിക്കാം. ഇതിനകത്ത് നമ്മൾ മധുരം ചേർക്കുന്നില്ല. ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഡയബറ്റീസുകാർക്കും കഴിക്കാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പം നിങ്ങളിതൊരു 7 ദിവസം കുടിച്ച് നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. അതുപോലെ തന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റും ചെയ്യണം. മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.